3. ദെനഹാകാലം. ദെനഹ എന്ന പദം സുറിയാനി ഭാഷയിലെ ഒരു നാമപദമാണ്. വെളിപ്പെടുത്തൽ, ആവിഷ്കാരം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മനുഷ്യകുലം മുഴുവന്റെയും ആത്മീയ രക്ഷ നേടിയെടുക്കുക എന്ന അതീവം ശ്രമകരവും എന്നാൽ മഹത്തരവുമായ യേശു ഏറ്റെടുത്ത ദൗത്യം യോർദാൻ നദിയിലെ സ്നാനത്തിൽ പ്രകടിതമായ ദൈവാരൂപിയുടെ അഭിഷേകത്തോടും ദൈവപിതാവിന്റെ അംഗീകാരത്തോടും സിനഗോഗ് പ്രാർത്ഥനാ സമ്മേളന വേദിയിൽ വെച്ച് യേശയ്യാ പ്രവാചകന്റെ പ്രവചന ഭാഗങ്ങൾ വായിച്ച് അതിന്റെ പഠാർത്ഥ ജനങ്ങൾക്കായി അവതരിപ്പിച്ചുകൊണ്ടും കൂടിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിട്ട് നാം കാണുന്നത്. ഈ വക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തയോടൊപ്പം സഭാമക്കൾ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക ചൈതന്യ വിശേഷമായി ഊന്നൽ കൊടുക്കേണ്ടത് തങ്ങളുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ ഏതെല്ലാം രീതിയിലും തലത്തിലുമൊക്കെയാണ് യേശുവിന്റെ മൂല്യബോധത്തെ ലോകജനതയ്ക്കു മുൻപിൽ വെളിപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ഇതിന് യേശു അനുയായികളെ സഹായിക്കുന്നതിന് ഇണങ്ങുന്ന വായനകളാണ് ദെനഹ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ പാരായണം ചെയ്യപ്പെടുക. ദെനഹ കാലത്തെ തുടർന്നു വരുന്ന നോമ്പുകാലം ആരംഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദെനഹ കാലം 6, 7, 8 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കാനിടവരിക എന്ന് സഭാമക്കൾ ധരിക്കുന്നതും നല്ലതാണ്.